തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും UDSF ഭരണം നിലനിർത്തിയിരിക്കുകയാണ്. വലിയ വിജയം. ജനറൽ സീറ്റുകളിലെല്ലാം തന്നെ വിജയിച്ചിരിക്കുകയാണ് UDSF മുന്നണി. ആകെയുള്ള 5 ജനറൽ സീറ്റുകളിൽ UDSF മുന്നണി വിജയിച്ചിരിക്കുകയാണ്. KSU ഒപ്പം തന്നെ MSF 4 സീറ്റുകൾ. എന്താണ് അതെ, UDSF വലിയ ഭൂരിപക്ഷത്തിന് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. എല്ലാ സീറ്റിലും UDSFന് മിന്നുന്ന വിജയമാണ് ഇവിടെ കരസ്ഥമാക്കിയത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മക്കളാണ്. അവരെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ, സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളാണ് എൻ്റെ കൂടെയുള്ളത്. അതെ അതെ, ലീഗിന്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയല്ലേ. വനിതകൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നതാണ്. ഞങ്ങളെ ആ നിലയിലാണ് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. വളരെ നല്ല രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പസിന്റെ MSFന്റെ മുസ്ലിം ലീഗിന്റെ സംസ്കാരത്തിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണ് ചരിത്രമാദ്യമായി കോഴിക്കോട് സർവകലാശാലയിൽ ഒരു വനിതാ ചെയർപേഴ്സണെ ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ സാധിച്ചത്. ചരിത്രത്തിന്റെ ഭാഗമാണ്. ആദ്യമായിട്ട് എന്താണ് എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷത്തിലൂടെയാണ് നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ചെയർപേഴ്സണായിട്ട് MSFന്റെ UDSFന്റെ പാനലിൽ 45 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഭരിക്കുന്നത്. അതിൽ വിജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിമിഷത്തിൽ. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിലെ വിദ്യാർത്ഥികൾ SFIയെ വെറുക്കുകയും ഐക്യജനാധിപത്യ വിദ്യാർത്ഥി മുന്നണിക്കൊപ്പം MSFനും KSUവിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നു എന്നതാണ് ഈ വിജയം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 50 വോട്ടിനാണ് 50 അടിച്ചാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ ഇത്തവണ സെഞ്ചുറി അടിച്ച് ജയിക്കാൻ കഴിഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയാണ്. ഈ സർവകലാശാലയിൽ മൃഗീയ ഭൂരിപക്ഷത്തിന് MSFനും KSUവിനും ജയിക്കാൻ കഴിഞ്ഞു വന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ആണിയടിക്കൽ തുടക്കമായിരിക്കും. MSFന് ഒറ്റക്കായിട്ടൊരു ചെയർമാനാണ്, UDSFന്റെ ചെയർമാനാണ്. സ്വാഭാവികമായ മുന്നണി സംവിധാനത്തിനകത്ത് ഒരുമിച്ച് നിന്നാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ UUCമാരെ തെരഞ്ഞെടുക്കുമ്പോഴും കോളേജുകൾ മത്സരിക്കുമ്പോഴും മുന്നണിയാണ് മത്സരിച്ചത്. ഇവിടെയും മുന്നണിയായാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KSUവിന്റെയും MSFന്റെയും ചെയർമാനാണ് മുഴുവൻ പറയുന്നത്. തീർച്ചയായിട്ടും രണ്ടാം തവണ തുടർച്ചയായിട്ട് UDSF നമ്മൾ വിജയിച്ചു കയറുന്നത് ഇത് കേരളത്തിലെ SFIക്കെതിരെ, പിണറായി സർക്കാരിനെതിരെ, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ നിലപാടുകൾക്കെതിരെയുള്ള ഒരു വിജയമായിട്ട് UDSF അതിനെ നോക്കിക്കാണും. വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് UDSF പ്രവർത്തകർ. വലിയ വിജയം, വലിയ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിൻ്റെതായ ആഘോഷം യൂണിവേഴ്സിറ്റിയിൽ ക്യാമറ പേഴ്സൺ